ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHA എക്സാമിന്റെ റീസെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് ഈസ് ന്യൂലി ഡയഗ്നോസ്ഡ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റിസ് ആൻഡ് പ്രസന്റ് വിത്ത് ആൻ HbA1c level of 12% and significantly elevated blood glucose level. Which of the following drug is most likely to be preferred for this initial management? Option A, insulin. Option B, metformin. Option C, sulfonylureas. ഓപ്ഷൻ ഡി DPP4 ഇൻഹിബിറ്റേഴ്സ്. സോ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ന്യൂലി ഡയഗ്നോസ് ചെയ്തേക്കാണ്. HbA1c എന്ന് പറയുന്നത് 12% ആണ്. സോ HbA1c 12% എന്ന് പറയുന്നത് എന്താണ്? സിവിയർ ഹൈപ്പർഗ്ലൈസീമിയ കണ്ടീഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പുവർ ഗ്ലൈസെമിക് കൺട്രോൾ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് HbA1c 12% എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഈ 12% സിവിയർ ഹൈപ്പർഗ്ലൈസീമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രോപ്പർ കൺട്രോൾ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രക്കും സിവിയർ ആയിരിക്കും ആ ഒരു ഹൈപ്പർഗ്ലൈസെമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് HbA1c ഗ്രേറ്റർ ദാൻ 10% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇനീഷ്യലി ഇൻസുലിൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഇൻസുലിൻ ആണ്. ഇപ്പൊ നമുക്ക് HbA1c ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മെറ്റ്ഫോമിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു 10 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റ്ഫോമിൻ പ്ലസ് അതർ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ് ആയിട്ട് നമുക്ക് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കേസ് എന്ന് പറയുന്നത് 12% ആണ്. 12% എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലാണ്. അപ്പൊ അവിടെ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഇൻസുലിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following physical examination is tapping body parts with fingers, hands or small instruments? Option A, auscultation. Option B, palpation. Option C, percussion. Option D, inspection. So ബോഡി പാർട്സ്, അതായത് ഫിംഗേഴ്സ്, ഹാൻഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്മോൾ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ട് എക്സാമിനേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പെർക്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പെർക്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പെർക്യൂഷൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഓപ്ഷൻസിൽ കണ്ടായിരുന്നതാണ് ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇന്റേണൽ സൗണ്ട്സ് ലിസൺ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ യൂഷ്വലി സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇന്റേണൽ സൗണ്ട്സ് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത്. The third one is palpation. Palpation എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, എന്തെങ്കിലും ലംസോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പാൽപേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്വൽ എക്സാമിനേഷനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് ഓഫ് എക്സാമിനേഷൻസ് പഠിച്ചു വെക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ക്ലാസ് ഓഫ് ആന്റിബോഡീസ് ഈസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് പാരസൈറ്റിക് ഇൻഫെക്ഷൻ? ഓപ്ഷൻ എ, IgA. ഓപ്ഷൻ ബി, IgG. ഓപ്ഷൻ സി, IgE. ആൻഡ് ഓപ്ഷൻ ഡി, IgM. അപ്പോൾ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആന്റിബോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ, IgE ആണ് നമുക്ക് പാരസൈറ്റിക് ഇൻഫെക്ഷൻ അതേപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആന്റിബോഡി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ, IgA എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? നമുക്ക് അവിടെ മ്യൂക്കോസൽ പ്രൊട്ടക്ഷൻ ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആന്റിബോഡിയാണ് IgA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൊളസ്ട്രോത്തിൽ പ്രസന്റ് ആയിട്ടുള്ളതും IgA ആണ്. പിന്നെ വരുന്നതാണ് IgG. IgG എന്ന് പറയുമ്പോൾ ക്രോണിക് ഇൻഫെക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് IgG എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി, IgM എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു ഫസ്റ്റ് ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദി ന്യൂ ഇൻഫെക്ഷൻ, അതാണ് IgM എന്ന് പറയുന്നത്. സോ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് അതേപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, IgE ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ടു വിച്ച് പാർട്ട് ഓഫ് ദി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡസ് ദി ആന്റിജൻ ബൈൻഡ്? ഓപ്ഷൻ എ, FC region. ഓപ്ഷൻ ബി, hinge region. ഓപ്ഷൻ സി, variable region. ഓപ്ഷൻ ഡി, കോൺസ്റ്റന്റ് റീജിയൻ. സോ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഏത് പാർട്ടിലേക്കാണ് ആന്റിജൻ ബൈൻഡ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഈസ് വാരിയബിൾ റീജിയൻ. ഓപ്ഷൻ സി, വാരിയബിൾ റീജിയൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് അവിടെ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിന്റെ സ്ട്രക്ചറിൽ ഈ വാരിയബിൾ റീജിയൻ FAB റീജിയനിലേക്കാണ് നമ്മൾ ആന്റിജൻ ബൈൻഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണാൻ പറ്റും. അപ്പൊ ഈ FAB അതായത് വേരിയബിൾ റീജിയനിലേക്കാണ് ആന്റിജൻ ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് ആന്റിബോഡീസ് ബൈൻഡ് ചെയ്യുന്നത് എവിടെ? നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ബൈൻഡ് ചെയ്യുന്നത് ഏതൊരു പോർഷനിലായിരിക്കും? അത്
FC റീജിയൻ അതാണ്. കോൺസ്റ്റന്റ് റീജിയനിലായിരിക്കും നമുക്ക് ഇമ്മ്യൂൺ സെൽസ് ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആന്റിജൻ ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? വേരിയബിൾ റീജിയനിലാണ്. അപ്പൊ ഈ രണ്ട് പോർഷൻസിലും ഇത് ബൈൻഡ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് FAB, അതായത് വേരിയബിൾ റീജിയനിലാണ് ആന്റിജൻ ബൈൻഡ് ചെയ്യുന്നത്. അതേപോലെ FC, അതായത് കോൺസ്റ്റന്റ് റീജിയനിലാണ് ഇമ്മ്യൂൺ സെൽസ് ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, a patient arrives at the pharmacy with a category X prescription, but the physician's details are missing. What should be the most appropriate action by the pharmacist? A. Report to the pharmacy manager. B. Dispense the medication. C. Inform the hospital administration. D. Report the incident according to pharmacy protocol. So, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, റിപ്പോർട്ട് ദ ഇൻസിഡന്റ് അക്കോർഡിംഗ് ടു ഫാർമസി പ്രോട്ടോകോൾ ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ ഓരോ ഫാർമസിയിൽ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, കാര്യങ്ങൾ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിസിഷ്യന്റെ ഡീറ്റെയിൽസ് ഇല്ലാത്ത ഒരു പ്രിസ്ക്രിപ്ഷൻ വന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതെല്ലാം ഒരു സ്പെഷ്യൽ പ്രോട്ടോകോൾ എല്ലാം എല്ലാ ഫാർമസിയിലും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രോട്ടോകോള് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അത് ആ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആയിട്ട് അവിടെ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫാർമസി മാനേജറായിട്ട് അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, അതേപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇൻഫോം ചെയ്യുക ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് ദ ഇൻസിഡന്റ് അക്കോർഡിംഗ് ടു ദ ഫാർമസി പ്രോട്ടോകോൾ ആണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, trypsinogen is converted into its active form trypsin by which of the following enzymes? A. Pepsin. B. Enterokinase. C. Chymotrypsin. D. Amylase. സോ ഈ ട്രിപ്സിനോജൻ എന്ന് പറയുന്നത് അതൊരു ഇനാക്റ്റീവ് ഫോം ആണ്. അത് അതിന്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ട്രിപ്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏതൊരു എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് എൻറ്ററോകൈനേസ് ആണ് ആൻസർ വരുന്നത്. ഈ എൻറ്ററോകൈനേസിനെ നമ്മൾ എൻറ്ററോപെപ്റ്റിഡേസ് എന്നും പറയും. അപ്പൊ ഈ ഒരു എൻസൈം ആണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ട്രിപ്സിനോജനെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ട്രിപ്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ പെപ്സിൻ എന്ന് പറയുന്നത് എന്താണത്? നമുക്ക് പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പെപ്സിൻ എന്ന് പറയുന്നത്. പിന്നെ കൈമോട്രിപ്സിനും ഇതേപോലെ ഈ കൈമോട്രിപ്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ട്രിപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് ഫോം ഓഫ് കൈമോട്രിപ്സിനോജൻ ആണ് കൈമോട്രിപ്സിൻ എന്ന് പറയുന്നത്. അതും നമുക്ക് ഈ ഒരു പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ് വൺ അമൈലേസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അമൈലേസ്. ഓക്കെ, അപ്പോൾ ട്രിപ്സിനോജൻ ടു ട്രിപ്സിൻ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഓപ്ഷൻ ബി എൻറ്ററോകൈനേസ് ആണ് കറക്റ്റ് ആൻസർ. സോ സെവൻത് ക്വസ്റ്റ്യൻ, എ 35-year-old patient with rheumatoid arthritis is prescribed methotrexate. Considering the pharmacokinetics and mechanism of action of methotrexate, what is the most appropriate dosing frequency for this patient? A. Daily. B. Weekly. C. Every other day. D. Monthly. സോ റുമാറ്റോഡ് ആർത്രൈറ്റിസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെത്തോട്രിക്സേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെത്തോട്രിക്സേറ്റ് യൂഷ്വലി നമ്മൾ അതിന്റെ ഡോസിങ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡോസിങ് എന്നുള്ള രീതിയിൽ വീക്ക്ലി ആണ് നമ്മൾ മെത്തോട്രിക്സേറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ഡെയിലി കൊടുക്കില്ല, എവറി അതർ ഡേ, മന്ത്ലി അല്ല, നമ്മൾ വീക്ക്ലി ആണ് മെത്തോട്രിക്സേറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡോസ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a 30-year-old pregnant woman in her first trimester is diagnosed with hyperthyroidism. Considering the potential risk to the fetus, the healthcare provider needs to choose an anti-thyroid medication that effectively manages the mother's condition while minimizing fetal exposure. Which of the following medication would be most suitable choice for this pregnant patient? A. Methimazole. B. Propylthiouracil. C. Radioactive iodine. And D. Propranolol. So ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഹൈപ്പർ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് സേഫ് ആന്റി തൈറോയിഡ് ഡ്രഗ് ചൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്രൊപ്പൈൽതയോയുറാസിൽ ആണ്. നമുക്ക് പ്രൊപ്പൈൽതയോയുറാസിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മെത്തിമസോളും പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ ഏർലി പ്രഗ്നൻസി, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ മെത്തിമസോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടെറാട്ടോജനിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ യൂഷ്വലി മെത്തിമസോൾ പ്രിഫർ ചെയ്യുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ പ്രൊപ്പൈൽതയോയുറാസിൽ യൂസ് ചെയ്യും. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് മെത്തിമസോളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും പ്രഗ്നൻസിയിൽ കൊടുക്കുന്നതാണ്. പ്രൊപ്പൈൽതയോയുറാസിലാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ മെത്തിമസോൾ കൊടുക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് മെത്തിമസോൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി പ്രൊപ്പൈൽതയോയുറാസിലാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, next question, which medication is classified as a most potent topical corticosteroid used for treating conditions affecting the epidermis? A. Clobetasol.
B. Hydrocortisone, C. Betamethasone, D. Triamcinolone. So most potent topical corticosteroid ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ ക്ലോബിറ്റസോൾ ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ക്ലോബിറ്റസോൾ എന്ന് പറയുമ്പോൾ സൂപ്പർ പൊട്ടന്റ് ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ്. ക്ലാസ് 1 ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് സൂപ്പർ പൊട്ടന്റ് ആണ് ഈ ക്ലോബിറ്റസോൾ എന്ന് പറയുന്നത്. അപ്പൊ സിവിയർ സ്കിൻ കണ്ടീഷൻസ് ആയിട്ടുള്ള ഇപ്പൊ എക്സിമ അതേപോലെ സോറിയാസിസ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോബിറ്റസോൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ ബീറ്റാമെത്തസോൺ എന്ന് പറയുന്നത് അത് പൊട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് മോസ്റ്റ് പൊട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മോസ്റ്റ് പൊട്ടന്റ് അല്ലെങ്കിൽ സൂപ്പർ പൊട്ടന്റ് എന്നൊക്കെ പറയുമ്പോൾ ക്ലോബിറ്റസോൾ ആണ് ആൻസർ വരുന്നത്. ബീറ്റാമെത്തസോൺ പൊട്ടന്റ് തന്നെയാണ്. പിന്നെ ട്രയാംസിനലോൺ എന്ന് പറയുമ്പോൾ മീഡിയം പൊട്ടൻസി ആണ്. പിന്നെ ഹൈഡ്രോകോർട്ടിസോൺ എന്ന് പറയുമ്പോൾ മൈൽഡ് പൊട്ടന്റ് ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ്. അപ്പൊ നമുക്ക് മോസ്റ്റ് പൊട്ടന്റ് അല്ലെങ്കിൽ സൂപ്പർ പൊട്ടന്റ് എന്നൊക്കെ പറയുമ്പോൾ ഓപ്ഷൻ എ ക്ലോബിറ്റസോൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിസ്ക്രൈബിംഗ് എ കാറ്റഗറി എച്ച് ഡ്രഗ് ടു എ pregnant patient violate which ethical principle? A. Beneficence, B. Autonomy, C. Non-maleficence, D. Justice. സോ കാറ്റഗറി എക്സ് ഡ്രഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. അത് ഫീറ്റസിന് ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും കോസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു കാറ്റഗറി എച്ച് ഡ്രഗ് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും ഒന്നും പാടില്ലാത്ത ഒരു കാറ്റഗറി ഡ്രഗ് ആണ് കാറ്റഗറി എച്ച് ഡ്രഗ് എന്ന് പറയുന്നത്. സോ ഈ കാറ്റഗറി എച്ച് ഡ്രഗ് പ്രഗ്നന്റ് പേഷ്യന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്? നമുക്ക് എത്തിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ട് അവിടെ ബെനിഫിസൻസ്, ഓട്ടോണോമി, നോൺ മാലിഫിസൻസ്, ജസ്റ്റിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു കാറ്റഗറി എച്ച് ഡ്രഗ് പ്രഗ്നന്റ് പേഷ്യന്റിന് കൊടുക്കുന്നത് ഏതൊരു എത്തിക്കൽ പ്രിൻസിപ്പലിനെയാണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി നോൺ മാലിഫിസൻസ് ആണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്. നോൺ മാലിഫിസൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡു നോട്ട് ഹാം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേഷ്യൻസിന് ഹാംഫുൾ ആയിട്ടുള്ളതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് നോൺ മാലിഫിസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓൾറെഡി ഈ ഒരു കാറ്റഗറി എച്ച് ഡ്രഗ് പ്രഗ്നന്റ് പേഷ്യന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓൾറെഡി അവരെ ഹാംഫുൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നോൺ മാലിഫിസൻസ് എന്ന് പറയുന്ന എത്തിക്കൽ പ്രിൻസിപ്പലിനെയാണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്. ബെനിഫിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബെനിഫിസൻസ് എന്ന് പറയുമ്പോൾ ടു ഡു ഗുഡ് ആണ് ബെനിഫിസൻസ് എന്ന് പറയുന്നത്. ഓട്ടോണോമി എന്ന് പറയുമ്പോൾ ഓൾവേസ് റെസ്പെക്ട് ദി പേഷ്യൻസ് ചോയ്സ്, പേഷ്യൻസിന്റെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുക. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഫെയർ ആൻഡ് ഈക്വൽ കെയർ ആണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡു നോട്ട് ഹാം എന്ന് പറയുന്ന നോൺ മാലിഫിസൻസ് എന്ന് പറയുന്ന എത്തിക്കൽ പ്രിൻസിപ്പലിനെയാണ് നമ്മളിവിടെ വയലേറ്റ് ചെയ്യുക കാറ്റഗറി എച്ച് ഡ്രഗ് പ്രഗ്നന്റ് പേഷ്യന്റിന് കൊടുത്തു കഴിഞ്ഞാലും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതേപോലെ കോച്ചിങ്, ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ക്വറീസിനായിട്ട് CMediTech ഓൺലൈൻ അക്കാഡമി ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. കോൺടാക്ട് നമ്പർ 9567713183. ഓക്കെ, താങ്ക് യു.